യാത്രയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എത്ര പേരുണ്ട്? എന്തൊക്കെയാണ് അവരുടെ ഒരു തയ്യാറെടുപ്പുകൾ? യാത്രയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് വന്നവരാണ്. ഒരു കപ്പിൾ, ജസ്ബിൻ, വൈഫിൻ്റെ പേര് വിട്ടുപോയി, ജസ്ബിൻ കൂടെ ഒരാൾ, വൈഫാണ്. അപ്പം ഞാൻ ഇവരെ കഴിഞ്ഞ മീറ്റിങ്ങിലും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇവർ റൈഡ് കപ്പിളാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, റൈഡ് കപ്പിൾസ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പോയി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ റൈഡ് കപ്പിളാണോ? കണ്ടിട്ട് നിങ്ങൾ റൈഡ് കപ്പിളിനെ പോലെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഏയ് അല്ല, ഞാൻ നിങ്ങളെ പോസ്റ്റ് കണ്ടിട്ട് വന്നതാണ്. എന്ന് വെച്ചാൽ പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് ഇത്രയും ദിവസമായി, അതിനുശേഷം നമ്മൾ അവെഞ്ച് ചെയ്തു, സിന്ദൂർ കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് കുറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എത്രത്തോളം ദേശീയ വികാരം അതിലുണ്ടാവും ഒരാളുടെ ഉള്ളിൽ. ഇനി വരുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ, വരുന്ന ആളുകൾ സമൂഹത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നും പെട്ട ആളുകളാണ്. ഇതിന് സാമാന്യം നല്ല ചിലവ് വരും. ഒരു 10,000-40,000 രൂപ ഒരാൾക്ക് കയ്യിൽ നിന്ന് ചിലവ് വരും. ഞങ്ങൾക്ക് ഫണ്ടേഴ്സൊന്നുമില്ല, ഞങ്ങൾക്ക് സ്പോൺസേഴ്സൊന്നുമില്ല, ഞങ്ങൾ സ്പോൺസേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ല. സ്പോൺസേഴ്സ് ഞങ്ങൾ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു, കാരണം പല സംഘടനകളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാം, പക്ഷെ അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന് 40,000 രൂപയോളം എടുത്ത് ചിലവാക്കി 15 ദിവസത്തോളം വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും മാറി നിന്ന് ഇത്രയും അപകടകരങ്ങളായിട്ടുള്ള സാഹചര്യത്തിലൂടെ ബൈക്ക് ഓടിച്ച് അപകടം ഏറ്റവും 100% അപകടമുള്ള ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാകിസ്ഥാനെ വെടിവെക്കാൻ ഡ്രോണൊന്നും വേണ്ട, കൈബോംബ് എടുത്ത് വലിച്ചെറിഞ്ഞാൽ മതി, അത്ര വ്യത്യാസമുള്ളൂ, ദൂരമേ ഉള്ളൂ. കല്ലെടുത്തെറിഞ്ഞാൽ നമുക്ക് കൊള്ളും. അത്ര ദൂരം വരെ ചെല്ലാമെന്നൊരാൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ ആരാണെന്നാണ് ചോദ്യം. അയാൾ ഒരു കാശുകാരനല്ല, അയാളൊരു സാധാരണക്കാരനാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ഭാരതീയൻ ആണ്. അയാളുടെ ഉള്ളിൽ ഈ ദേശത്തിനോടുള്ള സ്നേഹം അത്രയും കൂടുതൽ രൂഢമൂലമായി പ്രതിഷ്ഠിതമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ IT മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്, ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരുണ്ട്, പത്രസ്ഥാപനങ്ങളിൽ ജോലിയുള്ള ആൾക്കാരുണ്ട്, കർഷകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സെക്രട്ടറി തന്നെ ഒരു ട്രാൻസ് പേഴ്സണാണ്, ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. സുകന്യ, ചിലപ്പോൾ പരിചയം ഉണ്ടാവും. എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ഒരൊറ്റ വികാരം, ഭാരതം എന്ന് പറയുന്ന ഒരൊറ്റ വികാരത്തിന് വേണ്ടി ചലോ LOC എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് അവരുടെ ആ സ്പിരിറ്റ് കാണുമ്പോൾ ആണ് ഒരു നിമിഷം എനിക്ക് പുറകോട്ട് പോകാൻ തോന്നിയാലും ഞാനില്ലെങ്കിലും ചലോ LOC നടക്കുമെന്നുള്ള ഒരു സാഹചര്യം വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തരും സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം.